ചെറായി ദേവസ്വം നടയിലെ കൊട്ടിക്കലാശത്തിനിടെ കോൺഗ്രസ് സിപിഎം സംഘർഷത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് അംഗവുമായ ചെറായി സ്വദേശി ടി.പി. ശിവദാസ്, മക്കളായ ശബരിനാഥ്, സച്ചിദേവ് എന്നിവർക്ക് പരിക്കേറ്റു. പിന്നല്ലാണ്ട് വരുന്നേ മൂവരെയും കുഴുപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയമുണ്ടാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പറ്റം ഗുണ്ടകളെ സാധാരണ സമാധാനപരമായി കൊട്ടിക്കലാശം നടത്തുന്ന ദേവസ്വം ജംഗ്ഷനിൽ ആസൂത്രിതമായി ഒരു പറ്റം ഗുണ്ടകളെ ഇറക്കി തെരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രികളടക്കം വണ്ടി അടക്കം അടിച്ചു പൊളിക്കുകയും ഭിന്നശേഷിക്കാരനായ എന്നെയും എൻ്റെ 2 മക്കളെയും അതിക്രൂരമായി മർദ്ദിക്കുക. അത് ഞങ്ങൾ 3 പേര് മാത്രമല്ല, നിരവധി പേർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. അതിൽ തന്നെ കൂടുതൽ മർദ്ദനമേറ്റത് ഞങ്ങളെ തന്നെയാണ്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരാജയ ഭീതിയാണ് കാണിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അക്രമം അഴിച്ചുവിട്ട് ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യാനായിട്ട്, ഭീതിപ്പെടുത്താനായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ആസൂത്രിത ശ്രമത്തിന്റെ ഫലമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. വളരെ സമാധാനപരമായിട്ട് കോൺഗ്രസും UDF പ്രവർത്തകരും പ്രചരണ സമാപനം നടത്തുന്ന സ്ഥലത്ത് ഇതിന്റെ വീഡിയോ കണ്ടാൽ അറിയാം, ഒരു പറ്റം ഗുണ്ടകൾ പാഞ്ഞു കയറിയാണ്. ഞങ്ങൾക്ക് പോലീസ് അനുവദിച്ച് തന്നിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് ഞങ്ങൾ പ്രചരണം നടത്തിയത്. സമാപനത്തിന് മുനമ്പം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ CPM-ന് LDF-ന് വടക്ക് ഭാഗമെന്നും UDF-ന് കോൺഗ്രസിന് ജംഗ്ഷന്റെ തെക്ക് ഭാഗമെന്നും പടിഞ്ഞാറ് ഭാഗം BJPക്ക് എന്ന് പറഞ്ഞിട്ട് സമാധാനപരമായി നടന്ന ഒരു പ്രവർത്തനത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള ഒരു അക്രമം അഴിച്ചുവിട്ടത്. കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിന് മുകളിൽ കയറി നിന്ന് CPM പ്രവർത്തകൻ ചുവപ്പുകൊടി വീശിയതിനെ തുടർന്നുണ്ടായ തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് സംബന്ധിച്ചും CPM-ഉം കോൺഗ്രസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായിരുന്നു. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളെ CPM ആക്രമണത്തിന് മുന്നിൽ നിർത്തുകയായിരുന്നെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം കലാശക്കൊട്ടിൽ ചെറായിയിലുണ്ടായ സംഘർഷവുമായി CPM-ന് ഒരു ബന്ധവുമില്ലെന്ന് ഏരിയ സെക്രട്ടറി AP പ്രിനിൽ പറഞ്ഞു.